അപ്പൊ കഴിച്ച് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് തമ്പനെയിൽസ് ആണ്. ഓക്കെ, തമ്പനെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാകാതെ പറഞ്ഞാൽ, അതായത് എന്റെ വീഡിയോ കാണുമ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടുകണമെങ്കിൽ അതിന്റെ തമ്പനെയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വന്നിക്കുക. അതായത് എന്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ടൈപ്സ് ഓഫ് തമ്പനെയിൽസിന്റെ റിയാക്ഷൻ കൊടുത്തിട്ട് വീഡിയോ ആയിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് തമ്പനെയിൽസിന്റെ ഒരു പരിധി, ആ ഒരു പരിധി വിട്ട് ചില തമ്പനെയിൽസ് ഉണ്ടാക്കിയ ചില യൂട്യൂബേഴ്സ് ഒക്കെ. അതായത് തമ്പനെയിൽസിന്റെ പ്രാധാന്യം യൂട്യൂബിൽ വളരെ ഗ്രഹടകരമായ ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വീഡിയോക്ക് വ്യൂ കൂട്ടണോ കൊടുക്കണോ എന്ന് യൂട്യൂബ് തീരുമാനിക്കാൻ തമ്പയിൽ നോക്കി തന്നെ ആയിരിക്കും. കാരണം വ്യൂവേഴ്സിന് ആ ഒരു തമ്പയിൽ കണ്ട് അപ്പൊ തോന്നുന്നത് ക്ലിക്ക് ചെയ്യണം, അത് വാച്ച് ചെയ്യണം, അങ്ങനെ സംഭവങ്ങൾ തോന്നും. ഓക്കെ, പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ ആ ഒരു പരിധി വിട്ട് വരെ കുറച്ച് തമ്പനെയിൽസ് യൂട്യൂബിൽ ഉണ്ടാക്കിയത് വെറൈറ്റി ടൈപ്സ് ഓഫ് അൺക്ലിക്ക് ബൈറ്റ് തമ്പനെയിൽസ്. അതായത് സാധാരണ ഒരാൾ കണ്ട ഒരു ആവറേജ് തമ്പനെയിൽ, സ്വന്തം അനിയത്തിയെ വെടിവെച്ച് കൊല്ലുക, ആവറേജ് ബ്ലഡും ചിന്തി മരിക്കണ ഒരു ആവറേജ് തമ്പനെയിൽ. പക്ഷെ അതിനപ്പുറം അവൻ വെടിവെക്കുന്നു, അവൾ ആ ഉണ്ട പിടിക്കുന്നു, അത് തമ്മിലാക്കുന്നു, ക്ലിക്ക് ബൈറ്റ് ചെയ്യുന്നു, 200 മില്യൺ വ്യൂ കിട്ടുന്നു. അങ്ങനത്തെ വേറെ ലെവലൊരു അൺഅറ്റൻഡ് ക്ലിക്ക് ബൈറ്റ് തമ്പനെയിൽസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിടക്കാച്ച വീഡിയോ ആണ്. അപ്പോ വീഡിയോയിലേക്ക് നമ്മുടെ സെലക്ട് ചെയ്ത് ഓരോരോ തമ്പനെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് വീഡിയോയിലേക്ക് ഇരിക്കാം, അപ്പൊ ഒക്കെ കാണും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് തമ്പനെയിലാണ് 3, 2, 1. എന്തുവാടാ ഇത്, KCB സുകുമാരനോ? ഗൈസ് തമ്പനിയിൽ നോക്കി ഗൈസ്, പുലി എവിടെയാണ് നിൽക്കുന്നത്? പുലി കരണ്ട് വള്ളിമേ. എന്തുവാണ് നിങ്ങളുടെ നാട്ടിലെ പുലിയൊക്കെ ആകാശത്തിലെ പറക്കാണ് ഗൈസ്. നിങ്ങൾ ആലോചിച്ചു എങ്ങനെ ഒരു പുലി ഒരു KCBന്റെ ഒരു പോസ്റ്റിന്റെ മുകളിലാണ് പുലി നിൽക്കണമൊക്കെ ഗൈസ്. ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ കിട്ടിയത് 200 കൂടുതൽ മില്യൺ വ്യൂസ്, അതായത് 20 കോടി, അതായത് 2000 ലക്ഷം ജനങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടിക്കണം. ഓക്കെ, 2000 ലക്ഷം 200 ലക്ഷം അല്ല, 2000 ലക്ഷം ജനങ്ങൾ ഈ വീഡിയോ കണ്ടിക്കണം. ഓക്കെ, എന്തുവാ ഗൈസ് ഇത്? ഇവന്മാരെന്താ, ഒരു പാമ്പ് മുണങ്ങിക്കണ്, മറ്റേ ആളാ പാമ്പിനെ വെട്ടിക്കറിയാക്കെ. ഇവന്മാരെ നാട്ടില് പാമ്പ് എന്ന് പറയുന്നത് പാടത്തിലെ മണ്ണിരേ തോന്നുന്നു. ഓക്കെ, അവന്മാര് മീൻ പിടിച്ചാൻ വേണ്ടി പോയത്. അതായത് ഗൈസ് നോക്കി ഗൈസ്, ആ ക്ലിക്ക് ബൈറ്റ് തമ്പനെയിൽസിന്റെ ക്ലിക്ക് ബൈറ്റ് നോക്കി ഗൈസ്, വേറെ ലെവലോ ഉള്ളത്. മുരുക പുലി പോസ് ഉണ്ടോ, ഒരു കൈ പെട്ടെന്ന് വിചാരിയാക്കില്ല. പോസ് പറഞ്ഞ വേറെ ലെവലൊരു പോസ്. ഒക്കെ മോനിസെ ഫോട്ടോ എടുത്താ വേഗം എടുത്താ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന ട്രിക്കാൻ പറഞ്ഞല്ലോ. അത് 2 മാസത്തെ ഇന്റർനെറ്റ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ ചോദിക്കുക, നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുക, നിങ്ങളെ ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് ആപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഓക്കെ, നേരത്തെ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരിക. അപ്പോൾ ആ ഒരു ഫോൺ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഓപ്പണിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഇങ്ങനത്തെ ഇന്റർഫേസിലേക്ക് എത്തും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അടിയിൽ നെക്സ്റ്റിന് കൊടുക്കാം. നെക്സ്റ്റിന് കൊടുത്തതിന് ശേഷം രജിസ്റ്ററിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ഒരു പെർമിഷൻ ആണെങ്കിൽ ചോദിച്ചതിന് ശേഷം നിങ്ങൾ നേരത്തെ ഫസ്റ്റ് കൊടുത്തില്ല ആ ഫോൺ നമ്പർ തന്നെ വീണ്ടും കൊടുക്കും. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, SUMPIT അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അതൊരു ചെറിയൊരു 2-3 അക്കലൊരു മെസ്സേജ് വരും. ഓക്കെ, എനിക്ക് വന്നേ കാണിച്ചു തരാം. ജസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക 8356 എൻ്റെ മെസ്സേജ്. ഓക്കെ, ആ മെസ്സേജ് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ വീണ്ടും ആ ആപ്ലിക്കേഷനിൽ പോയി കണ്ട് അവിടെ പോയി സബ്മിറ്റ് കൊടുക്കുന്നു. അത് കൊടുത്ത് നിങ്ങൾക്ക് പേരെടുക്കാണ്ട് നിങ്ങൾ പേരെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെ കാണുന്നൊക്കെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാം. അതൊന്നും ശരിയാണ്, ഒരു നിർബന്ധം. നിങ്ങൾ വീണ്ടും ഒരു പേരെടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെടുക്കുക. പിന്നെ മെയിലായിട്ട് കൊടുക്കുക, അതിന് Gmail കൊടുക്കാം. അവസാനം കൊടുത്തതിന് എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒരു പിൻ നമ്പർ കൊടുക്കാൻ വരാം, ആ പിൻ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക, കാരണം നിങ്ങൾക്ക് ആ പിൻ നമ്പർ ആവശ്യം വരും. ഓക്കെ, അതിനുശേഷം ലോഗിൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഇന്റർഫേസിലേക്ക് എത്തും. അവിടെ ജസ്റ്റ് അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ മൊബൈൽ റീചാർജ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാക്കും. ഫ്രീ ആയിട്ട് മൊബൈൽ റീചാർജ് ചെയ്യുക, ഒരൊറ്റ പ്രാവശ്യമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ നേരത്തെ കൊടുത്ത അതേ സെയിം നമ്പറിന് വീണ്ടും കൊടുക്കുക. അതിനുശേഷം എല്ലാ നമ്പറും ഒരേ നമ്പറാണ് കേട്ടോ, നിർബന്ധമാണ്. അതിനുശേഷം നിങ്ങൾക്ക് സിം ചോദിക്കുക. എൻ്റെ സിം V ആണ്, നിങ്ങളുടെ സിം ഏതാ, നിങ്ങൾ ആ സിം സെലക്ട് ചെയ്യുക. ഓക്കെ, ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ നിർബന്ധം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവിടെ അൺലിമിറ്റഡ് പാക്കിലുണ്ടാവും. ജസ്റ്റ് അൺലിമിറ്റഡ് പാക്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ 449 രൂപയുടെ 56 ദിവസത്തേക്കുള്ള ഇന്റർനെറ്റ് മാത്രം കയറ്റി വെക്കുക. അത് അവർ കയറ്റി തരുള്ളൂ, ബാക്കി ഒന്നിനും ക്ലിക്ക് ചെയ്യേണ്ട. ആ ഒരു ഇന്റർനെറ്റ് മാത്രമേ അവർ നിങ്ങൾക്ക് കയറ്റി തരുള്ളൂ, 449 രൂപയുടെ 56 ദിവസത്തെ ഇന്റർനെറ്റ്. നിങ്ങൾ ഹിന്ദി, തമിഴ്, തെലുങ്ക് ആയിട്ട് തമ്പനെയിൽസ് എടുത്താൽ പോരാ, മലയാളത്തിലും വേണം തമ്പനെയിൽസ് ഒക്കെ. മലയാളത്തിലുണ്ട് ക്ലിക്ക് ബൈറ്റ്. ഇതൊന്നും ഈ ഒരു തമ്പനെയിൽസ് നമ്മളിപ്പോ കണ്ട തമ്പനെയിൽസ് ഒന്നും മലയാളത്തെ തമ്പനെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ല. കാരണം നിങ്ങൾക്ക് കാണിച്ചതാ, നമ്മുടെ ഫസ്റ്റ് മലയാള തമ്പനെയിലാണ് 1 കോടി മുടക്കി കുതിരയെ വാങ്ങി.
ആ ഒരു പോയ അടിയിലെ പട്ടിക്ക് വരണ്ടാവില്ല 50 ലക്ഷം രൂപ. ഇവർ 1 കോടി മുടക്കി 100 ലക്ഷം രൂപ മുടക്കി ഒരു കുതിരയെ വാങ്ങി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കട്ടെ, കാച്ചിങ് അനോക്കോണ്ടയെ പിടിച്ചു. ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ അവര് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാമ്പിനെ പിടിച്ചു നോക്കാം. അവിടെ എഴുതിക്കണ അവന്മാരെ കയ്യില്ല പാമ്പിന്റെ വലിപ്പം, അവന്മാരെ ടൈറ്റിലും വെച്ച് നോക്കുകയാണെങ്കിൽ അവന്മാരെന്താ പോലെ വാവാ സുരേഷിന്റെ അപ്പപ്പനാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 1 കോടി മുടക്കി വീഡിയോ വാങ്ങി. ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 കോടികൾ വിട്ട് വേറൊരു കളിയില്ല മക്കളെ. കോടികൾ മുഖ്യം ബിക്കില്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ചലഞ്ച്, ഇത് ആരും അനുകരിക്കരുത്. അതിന് മോനുസ് ഇത് ആരാ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചോക്കി, ആരും ചാണകത്തിൽ ഒരു മിനിറ്റ് കടക്കോ? ബുദ്ധിനെ കടക്കോ? ഞാൻ കണ്ടിട്ടില്ല ഗൈസ് ചാണകത്തിൽ ചാണന്റെ വല്ല ആഗ്രഹം. ഇവര് പറയാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം ചാണകത്തിൽ ഇറങ്ങണമെന്ന്. വല്ല പറയണില്ല. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, 3 കോടിയുടെ കേസ് ഞങ്ങളുടെ പേരില്. തിന്നണതും 100 കോടി വറ്റി, കഴിക്കണത് 400 കോടി ലിറ്റർ വെള്ളം. ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയത്? ഒരു ലിമിറ്റ് വേണ്ട മോനസ്. അവന്മാരാണ് യൂട്യൂബ് പറഞ്ഞിട്ട് യൂട്യൂബ് ക്ലിക്ക് ബൈറ്റ് ചെയ്യണം മോനസ്. ഇങ്ങനെയൊക്കെ ക്ലിക്ക് ബൈറ്റ് ചെയ്താൽ യൂട്യൂബിന് അലഗൂർക്ക് അടിച്ചു പോകും. ഓക്കെ, 3 കോടിയുടെ കേസ് ഞങ്ങളുടെ പേരില്. അതിന് ഇയാള് വല്ല ആരെല്ലാം ആണോ? അല്ല, സാധാരണ യൂട്യൂബർ അല്ലേ? 3 കോടി രൂപയുടെ കേസ് ഇയാളെ പേരിലാണ്. ഇനി ഇയാൾ എന്തൊക്കെയാണ് ഞാൻ ഇന്നലെ ചോറിൽ 400 കോടി വറ്റുണ്ടേനി. ഞാൻ മിഞ്ഞാന്ന് കുടിച്ച വെള്ളം 4000 ലിറ്റർ ആയിരുന്നു. ഞാൻ ഇന്നലെ എന്റെ മുകളിലൂടെ നോക്കിയപ്പോ 450 കോടി കാക്കകൾ പറഞ്ഞു. കോഴികൾ വിട്ടൊരു പണിയില്ല കാഴ്ച. സോറി, നമ്മൾ ഈ വിളിച്ചിട്ടൊക്കെ അടുത്തത് കേട്ടോളി. ഒറ്റപ്പത്ത് 2000 കോടി മുടക്കി എന്റെ കല്യാണം അടിയിൽ കലാശിച്ചു. ഒരു കല്യാണം കലാശിച്ചത് 2000 കോടിയൊക്കെ. ഇനി അവന്മാര് വല്ല ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് സാധാരണ ഒരു 200 കോടി രൂപ അയക്കണമെങ്കിൽ അവന്മാരതിന് 20,000 കോടി ട്രില്യൺ ബില്യൺസ് ഓഫ് പൈസ മുടക്കി ഞങ്ങളൊരു ഫ്ലാറ്റിൽ ഒരു റൂം എടുത്തു എന്ന് പറയും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഈ ഒരു തമ്പയിൽ ഞങ്ങൾ കാണിച്ചത് ജെയ്ബന്റെ മുടി വിട്ട തമ്പയിലാണ്. ഈ തമ്പയിൽ കണ്ടോ? ഇത് ക്ലിക്ക് ബൈറ്റ് എന്ന അപാര ക്ലിക്ക് ബൈറ്റ്. ഇത് നമുക്ക് ക്ലാപ്പ് കൊടുക്കാം. ആ ജെയ്ബന്റെ മുടിന് ഒരു തരിപ്പിടി പോലെ ഇവന്മാരാക്കിയിട്ടില്ല. പക്ഷെ നമ്മുടെ തമ്പയിൽ കണ്ട അപ്പ കയറും ക്ലിക്ക് ചെയ്യും വീഡിയോ വാച്ച് ചെയ്യും. കാരണം അത്തരത്തിലുള്ള കിടക്കച്ച തമ്പയിലാണ് ആ ജെയ്ബന്റെ തലേന്ന് ഒരു തരി മുടി പോലെ ഇറക്കിയിട്ടില്ല. കഴിച്ചു ആലോചിക്കണം, മറ്റുള്ള ഭാഷക്കാര് ചെയ്യുന്ന തമ്പനേൽസ് നമുക്ക് കണ്ടാൽ മനസ്സിലാതെ ഫേക്ക് ആണ്. പക്ഷെ മലയാളത്തിലുള്ള തമ്പനയിൽ ഇതാ കണ്ണിന് കാഴ്ച തീർക്കുന്ന മനസ്സിലായത് കാഴ്ച അത് ഫേക്ക് ആണോ അല്ലേന്നൊക്കെ. 3 കോടി രൂപയുടെ കേസ് നിങ്ങളുടെ വീട്ടിൽ 1 കോടി രൂപയ്ക്ക് നിങ്ങൾ കല്യാണം 2000 കോടി 200 കോടി പിന്നെയും പോട്ടെ 2000 കോടി മുടക്കി നിങ്ങളുടെ കല്യാണം അടിയിൽ കലാശിച്ചു. എന്തുവാമോ ഒരു പരിധിക്ക് വേണ്ടേ. ഓക്കെ, അടുത്ത ട്രൈപ്പോഡ് പൊട്ടി കാഴ്ച. 500 കോടിന്റെ ട്രൈപ്പോഡ് പൊട്ടി പോട്ടെ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ അടുത്തത് ജൈബനെ മൂടി കിട്ടി. ഓക്കെ, അടുത്തതൊക്കെ 10 ലക്ഷം വണ്ടിക്ക് ബില്ലായി. ഓക്കെ ഗൈസ്, ഇവരുടെ വണ്ടിക്ക് ഒരു ടയർ മാറ്റിക്കണ്ടായുള്ളൂ. അതിന് അവർ പറഞ്ഞത് 10 ലക്ഷം രൂപ. ഓക്കെ, വണ്ടിക്ക് ബില്ലായി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വെറുതെ കാഴ്ചകൾ MVD പൊക്കിയത്. കാരണം ഇത്തരത്തിലുള്ള ഭീകരമായ ദുർഭാഗ്യങ്ങൾ നിങ്ങൾ വണ്ടിയിൽ നിങ്ങൾ പിടിപ്പിക്കുകയാണെങ്കിൽ മോശം MVD പൊക്കില്ലേ. അടുത്ത നമ്മൾ എംഫോട്ടൊക്കെ ഒരു ചട്ടിയിലും കുളത്തിൽ മീനൊക്കെ തല തിരിച്ചു വെക്കണ്ടേ. കുളത്തിൽ ചട്ടിയിലും മീനും കുളത്തിൽ അവരാകണ്ടേനൊക്കെ. പക്ഷെ തമ്പയിലെ ക്ലിക്ക് ബൈറ്റ് കാരണം നമ്മളെ കണ്ണ് വരെ കൃഷ്ണമണി വരെ ചെറുതായി പോയി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 100 കോടി സ്ത്രീധനം വാങ്ങി എന്റെ കല്യാണം. അപ്പം 100 കോടി സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചിട്ട് 2000 കോടി മുടക്കി ആ കല്യാണം അടിയിൽ കലാശിച്ച് MVD പൊക്കിയൊരു കഥ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 200 കോടി മുടക്കി ഞങ്ങൾ വക്കീലിനെ ഇറക്കി. എന്റെ പോലെ ഇവന്മാർക്ക് മൊത്തം 200 കോടി 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 കോടി. ഇവന്മാർക്ക് കോടികളൊന്നും ഒരു പുല്ലല്ല ഗൈസ്. നെക്സ്റ്റ് നോക്കാം. ദുബായ് വെച്ച് ഞങ്ങളെ പറ്റിച്ചു. അയാളെ മുഖം കണ്ട കഴിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അയാളെ പറ്റിക്കുന്നു. അയാളെ മുഖം കണ്ട നിങ്ങള് പാവം കഴിച്ച് പാവം. അമ്മക്ക് പറയാൻ തോന്നില്ല. വെറുതെ നിങ്ങൾ MVD വീണ്ടും പൊക്കിയത്. 20 കോടി അറബി ഞങ്ങളെ പറ്റിച്ചു. എന്റെ മോനെ വെറുതെ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ പിയ വരുന്നു. പിയകൾ നല്ല രീതിയിൽ വരുന്നുണ്ടല്ലോ. 35,000 രൂപ പിയ വന്നിട്ട് നിങ്ങൾക്ക് 200 കോടി അറിവ് പറ്റിച്ചെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടില്ലെങ്കിൽ 35,000 രൂപ അതിനകത്ത് MVDക്ക് പിയ അടിച്ചുവിടേണ്ടി ഒന്ന്. അത്രയ്ക്ക് പ്രശ്നമാണ്. പക്ഷെ റീച്ച് കിട്ടി, ചാനലിന് റീച്ച് കിട്ടി. അതുവഴി 400 കോടി രൂപയ്ക്ക് മാസം കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10 കോടി മുതൽ മുടക്കിൽ ഞങ്ങളുടെ പുതിയ വീട്. അടുത്തത് നമ്മുടെ 1 and only മേക്കിംഗ് കിങ്ങിന്റെ ആണ്. മേക്കിംഗ് കിങ് കൈയിട്ടപ്പോ നീണ്ട് എയറിൽ നിന്ന് വന്നു. ഓക്കെ, അത് രസമല്ല. കാരണം ഇവന്മാർ 2 3 എണ്ണത്തിന് അറിയാം നീണ്ടരെക്കാട്ടിലും ഭീകരവാദികളാണ്.